നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഇന്ന് രാവിലെ അഖിൽ മാരാർ തന്റെ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. ആ വീഡിയോയിലൂടെ അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനെയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ടാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ രാഹുൽ ഗാന്ധിയെ പറ്റി അഭിപ്രായം പറയാറില്ല, കാരണം അത്രമാത്രം യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യനാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്നാണ്. അതോടൊപ്പം തന്നെ വി ഡി സതീശനെ പറയുന്നത്, വി ഡി സതീശൻ ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണ്, വളരെ ദേഷ്യക്കാരനാണ്, ആണോ തന്റെ യൂത്ത് കോൺഗ്രസ്സുകാരോട് പ്രവർത്തിക്കേണ്ടത്, ഇദ്ദേഹത്തെയൊക്കെ ചാണകം വാരി എറിയണമെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മാനസിക നില എത്രമാത്രം വികൃതമാണ്, വൈകൃതമാണ്. ഒരു ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് പാർട്ടിയിൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഈ വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയും ഒക്കെ പോയി കണ്ടു നടന്നത് നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അവർ ഇരുവരോടൊപ്പം അദ്ദേഹം വീഡിയോ ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഫോട്ടോകൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് വി ഡി സതീശൻ പരിശുദ്ധനും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ, അദ്ദേഹം പാർട്ടി മാറി 2020 എത്തിയപ്പോൾ വി ഡി സതീശനെ ചാണകമെറിയണമെന്ന് പറയുന്ന ഈ സംസ്കാരം ഇത് ഇദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അദ്ദേഹം ആരൊക്കെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തോടൊപ്പം ആര് നിന്നിട്ടുണ്ടോ, അവരെയെല്ലാം ഇത്തരത്തിൽ ചെളിവാരി എറിയുന്ന മനോഭാവം എനിക്കറിയാവുന്നതാണ്. കാരണം എന്നോടൊപ്പവും ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പേഴ്സണലായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ ഒന്നും ഞാനില്ല, അതിന്റെ ആവശ്യകതയും എനിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മര്യാദയോടെ രാഷ്ട്രീയം പറയുന്നവരാണ്. കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും അത്തരത്തിലാണ്. അതിന് ഉദാഹരണമാണ്, ഞാൻ വേണമെങ്കിൽ അഖിലിന്റെ കാര്യം തന്നെ ഒന്നായി പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ തെമ്മാടി എന്ന് വിളിച്ചത് ഞാനല്ലാതെ ആരുണ്ട് എന്ന് അദ്ദേഹം സധൈര്യം ചോദിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എത്രമാത്രം മോശമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തെമ്മാടി എന്ന് വിളിക്കുമ്പോൾ ആ സംസ്കാരം എന്താണെന്ന് നമ്മൾ ഉദ്ദേശിക്കണം. അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ PSC ടെസ്റ്റുകൾ എഴുതിയിട്ടില്ല. അദ്ദേഹം PSC ടെസ്റ്റ് എഴുതാതിരുന്നത് തൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം ക്രിക്കറ്റ് കളിയിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയില്ല, സ്പോർട്സിൽ ആക്റ്റീവായില്ല, അദ്ദേഹം പഠനത്തിൽ ആക്റ്റീവായില്ല. കാരണം എനിക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളായിരുന്നു എന്ന്. ഒന്ന് രാഷ്ട്രീയത്തിലും ഒന്ന് സിനിമയിലും. സിനിമാക്കാരും രാഷ്ട്രീയക്കാരും വിദ്യാഭ്യാസമില്ലാത്തവരല്ല. പക്ഷേ തങ്ങൾ എടുക്കുന്ന നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും. എന്നിരുന്നാലും രാഷ്ട്രീയ നേതൃത്വത്തെ അപമാനിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശമായ വാക്കുകൾ ഉച്ചരിക്കുകയോ ചെയ്യുന്നത് ഒരു നല്ല രാഷ്ട്രീയക്കാരന് ചേരുന്നതല്ല എന്നുള്ളത് അഖിലിനെ ബോധ്യപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രിയെ തെമ്മാടിയെന്നോ അല്ലെങ്കിൽ എത്ര മോശമായ വാക്കുകൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാം, പക്ഷെ ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട്. ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്കിൽ കോൺഗ്രസ് എന്നത് ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആശയമാണ്. ഇന്ന് കമ്മ്യൂണിസം നിലനിൽക്കുന്നുണ്ടോ അതോ അവിടെ നിയോ കമ്മ്യൂണിസം ആണോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് കാലഘട്ടമാണ്. അഖിൽ മാരാര് 20 വർഷം മുൻകൂട്ടി കാണുന്നു എന്ന് പറയുമ്പോൾ അഖിലെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, ഈ സമൂഹത്തിന് നിങ്ങൾ തന്നിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് അത് വട്ടപൂജ്യമാണ്. നിങ്ങളുടെ ഏത് ക്വാളിറ്റി കണ്ടാണ് വരുംകാല സമൂഹം നിങ്ങളെ പിന്തുടരേണ്ടത്? ഇവിടുത്തെ ശാസ്ത്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലോ എന്ത് സംഭാവനകൾ നൽകാൻ കഴിഞ്ഞു? ഇത്തരത്തിലുള്ള അനേകർ പല ചാനലുകളിലൂടെയും പല ഓൺലൈൻ മീഡിയകളിലൂടെയും പൊങ്ങി വരാറുണ്ട്. അവർ സമ്പത്തുണ്ടാകാറുണ്ട്. നമുക്കറിയാം, കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി, അവര് ഈ ബിഗ് ബോസിൽ വരുമ്പോൾ വലിയ കോളിളക്കമായിരുന്നു. അഖിൽ വരുന്നതിനേക്കാൾ വലിയ കോളിളക്കമായിരുന്നു. പക്ഷേ അവർക്കതിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവിടെ അഖിൽ പറഞ്ഞത് എന്താണ്? എനിക്ക് എന്റെ സിനിമ പരാജയപ്പെട്ടതിന് കാരണം അതിലെ നടന്മാരും നിർമ്മാതാക്കളും അതിലെ സീനിയോറിറ്റി ഉള്ളവരും ഒക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ചലിക്കുവാൻ കഴിയുമായി പറയാം. അഖിലെ എല്ലാവരും പ്ലാൻ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. ചിലരൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ, ചിലർ ഗവൺമെന്റ് ജോലി വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ബിസിനസ്സുകാർ അവരുടെ മക്കളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ചിലർ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നു, ചിലർ വിദേശത്ത് പോകണമെന്ന് വിചാരിക്കുന്നു, ചിലർ മൈഗ്രേറ്റ് ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകണം. ഓരോ മനുഷ്യർക്കും ഓരോരോ സ്വപ്നങ്ങളാണ്. അല്ലാതെ അഖിൽ വലുതായി എന്ന് അഖിൽ തന്നെ വീമ്പ് പറയുമ്പോൾ അഖിലെ ഞങ്ങൾക്ക് പറയാൻ കഴിയേണ്ട ചില കാര്യങ്ങൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അഖിൽ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകിയത് എന്നുള്ളത്. അഖിൽ മാത്രമല്ല, ഇതുപോലെ എത്രയോ ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിലൂടെ ഗുണകരമായ രീതിയിൽ വളർന്നു വരുന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുധി കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ താങ്കളെ പോലെ തന്നെ വന്നതാ. അവർ വരുന്നത് തന്നെ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടാ. കേരളത്തിലെ ജനങ്ങൾ അവരെ ആവേശപൂർവ്വം ഏറ്റെടുത്തു. അവർ ദുബായി ചെല്ലുമ്പോഴും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുമ്പോഴും അവർക്ക് വളരെയേറെ ഹൈപ്പാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഫേസ്ബുക്കിൽ അലറുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവന്റെ പേര് റോബിൻ എന്നാണ്.
അവൻ നിങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ അലറിയും കരഞ്ഞും നിലവിളിച്ചും ചിരിപ്പിച്ചും തലചൊറിഞ്ഞും ഒക്കെ അനേകർ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിനെ കോപ്രായം എന്ന് പറഞ്ഞ് ഞാൻ ചെറുതാക്കിയല്ല. ഇതുപോലെയുള്ള TV ഷോകളിലൂടെ കടന്നു വരും. പലതരത്തിലാണ് ആൾക്കാർ വരുന്നത്, പലതരത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കും. അലൻ ജോസ് പെരേര, അയാൾ സോഷ്യൽ മീഡിയയിലൂടെ പണം ഉണ്ടാക്കുന്ന ആളല്ലേ. അതുപോലെ തന്നെ ഏതാണ്ട് അഭിലാഷോ, അങ്ങനെയുള്ളവരുണ്ട്. ആറാട്ടണ്ണൻ, അതോടൊപ്പം തന്നെ രേണു സുധി, പിന്നെയും ഉണ്ടല്ലോ രഞ്ജിത്ത്. സന്തോഷ് പണ്ഡിറ്റ് അത്തരത്തിലല്ലേ വളർന്നു വന്നത്? സോഷ്യൽ മീഡിയയിലൂടെ സമ്പത്തുണ്ടാക്കിയ ആളല്ലേ. അയാൾ നിങ്ങളെ പോലെ തന്നെ വെല്ലുവിളിക്കുന്നില്ലേ? അതുപോലെ തന്നെ സൈരന്ദ്രി ദേവിയോ, അങ്ങനെയൊക്കെ ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ വളരാറുണ്ട്. താങ്കളും സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായ സംവാദങ്ങൾ നടത്തുന്നു. അങ്ങനെയൊക്കെ വളർന്നു വരുന്നത് ഇതിനൊരു കാരണമാകാം. ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതലായി പറയുന്നില്ല. വ്യക്തിപരമായി ആരെ ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ ചീത്ത വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തെമ്മാടി എന്ന് വിളിച്ചുകൊണ്ടൊക്കെ കടന്നു വരുവാനും അത്തരത്തിലേക്ക് ഹൈപ്പ് ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞങ്ങൾ അത്തരക്കാരല്ല. രാഷ്ട്രീയം നമുക്കുണ്ട്, പക്ഷേ ഒരു സ്ഥാനവും മാനവും ബഹുമാനവും കൊടുക്കുന്ന രീതിയിൽ വളർന്നു വരുമ്പോഴാണ് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞത് സിനിമാ ലോകത്ത് തന്റെ സിനിമ പരാജയപ്പെട്ടതിന്റെ കാരണം പലതരത്തിലുള്ള ഇടപെടലുകളാണ്, നടന്മാരുടെ ഇടപെടലുകൾ. അതുകൊണ്ടായിരിക്കണമല്ലോ നിങ്ങൾ ജോജുവുമായി തെറ്റിയതും അടുത്തതുമൊക്കെ. ജോജുവുമായി അടുത്തു നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് തെറ്റിയെന്ന് ചോദിച്ചാൽ അതിനെവിടെയോ ഞാനൊരു കമന്റ് കേട്ടിട്ടുള്ളതാണ്. നിങ്ങളും ജോജുവും കൂടെ യാത്ര ചെയ്യുമ്പോൾ സെൽഫി ഏറ്റവും കൂടുതൽ താങ്കളെ കണ്ടെടുക്കുന്നത് കൊണ്ട് അസൂയ പൂണ്ട ജോജുവാണ് ഇതിന് പിന്നിൽ ഇത് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയത് എന്നൊക്കെ ഒരു വാക്കുകൾ താങ്കൾ പറയുന്ന കേട്ടു. അതിനൊന്നും നമുക്ക് മറുപടിയില്ല. അതെന്തോ ആയിക്കൊള്ളട്ടെ, ഏതോ ആയിക്കൊള്ളട്ടെ. നിങ്ങൾ ബിഗ് ബോസിൽ വന്നപ്പോൾ നിങ്ങളുടെ കഴിവ് പുറത്തെടുക്കാൻ പറ്റി എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങളെ സഹായിക്കാൻ ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ടായിരുന്നു. അതിന്റെ PR വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്കിൽ പരാജയപ്പെട്ടു പോയവർ തോറ്റു, PR വർക്കിൽ ജയിച്ചവർ ജയിച്ചു. അത് തന്നെയാണ് ഇപ്രാവശ്യവും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് അനിമോളുടെ വാക്കുകളും അനീഷുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നടക്കുന്നത്. ഞാൻ ഇതിൽ കൂടുതലായി അഗ്രഗണ്യനല്ല, ഞാൻ ഇത് കാണാറില്ല. താങ്കൾ പറഞ്ഞത് ബിഗ് ബോസ് കാണുന്നതിൽ ഭേദം ലുലു മാളി തുണി പൊക്കിയിരിക്കുന്നതാണ് നല്ലതെന്നാണ്. ആ ഒരു സംസ്കാരമാണ് ഇതിനുള്ളതെന്ന് താങ്കൾ വിശ്വസിക്കുന്നു എങ്കിൽ ഞങ്ങളെ പോലെയുള്ളവർക്ക് ഇതിനു വേണ്ടി സമയം കൊടുക്കാൻ കാണില്ല. കാണുന്നു പറഞ്ഞുകൊണ്ട് ആ പ്രോഗ്രാമിനെ അധിക്ഷേപിക്കുകയല്ല, സമയം കിട്ടുമ്പോൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിൽ വോട്ട് ചെയ്തേക്കുന്നത് അഖിൽ മത്സരിച്ചപ്പോൾ മാത്രമാണ്. കാരണം അഖിൽ എന്നോടൊപ്പം ഉള്ള ആളായിരുന്നത് കൊണ്ടാണ്. പിന്നെ ആ ലൈവിൽ അദ്ദേഹം പറഞ്ഞത് BJP യെ പറ്റിയാണ്. അദ്ദേഹം പറഞ്ഞത് BJP എന്ന് പറയുന്ന പാർട്ടിയാണ് ഇന്ത്യയെ അതിന്റെ യശസ്സിലേക്ക് കൊണ്ടുവന്നത് എന്ന്. എന്നാൽ ഞാൻ പറയുന്നു, ഞാനൊരു ഡിബേറ്റിന് തയ്യാറാണ്. ഈ ഭാരതം 1947 PC ജോർജ് പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാരൻ കൊള്ളയടിച്ച് നാമാവശേഷമാക്കിയിട്ട് ഇട്ടുപോയ ഈ രാജ്യത്തെ തുടർന്നു വന്ന പഞ്ചവത്സര പദ്ധതികളിലും പഞ്ചശീല തത്വങ്ങളിലൂടെയും നാമിലൂടെയും ബാങ്കുകളെ ദേശസൽക്കരിച്ചും ഈ രാജ്യത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉണ്ടാക്കിയും മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കിയും ഒക്കെ ഈ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിൽ വളർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസ് തന്നെയാണ്. 1991 2 സംഭാവനകളാണ് ഈ രാജ്യത്തുണ്ടായത്. ഒന്ന്, 1991 ഉണ്ടായത് ഇവിടെ ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കി. അന്ന് ഇന്ത്യയിലെ എക്കണോമിക് മിനിസ്റ്റർ ആയിരുന്നു മൻമോഹൻ സിംഗ്, പിൻകാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആൾ. അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഉദിച്ച ആധാർ കാർഡും തൊഴിലുറപ്പും അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ പദ്ധതികളുമൊക്കെ ഇന്ത്യയെ ശാക്തീകരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ BJPയുടെ ഏത് പ്രോഗ്രാമാണ് ഇന്ത്യയെ ശാക്തീകരിച്ചത്? ഇന്ത്യയിൽ ഇപ്പോൾ പട്ടിണി കൂടി, ലോകത്തിലെ ഏറ്റവും ദാരിദ്ര്യ രാജ്യങ്ങളിൽ ഒന്നായി മാറി. ഇന്ത്യയുടെ GDP എങ്ങനെയാണ് കണക്കുകൂട്ടുന്നതെന്ന് IMFനും വേൾഡ് ബാങ്കിനും സംശയമുണ്ട് എന്ന് അറിയിക്കുന്നു. ഡിമോണിറ്റൈസേഷൻ ഏറ്റവും വലിയ പരാജയമായി മാറി. ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ കൂടി. ഈ രാജ്യത്തെ പട്ടാളക്കാരുടെ മരണങ്ങൾ നിത്യസംഭവമായി മാറി. പാകിസ്ഥാൻ മാത്രം ഇവിടുത്തെ ശത്രുവായി മാറുന്നു. ചൈനയോടൊപ്പം കൂടെ നിന്ന് ചൈന ഇന്ത്യ കൊള്ളയടിക്കുമ്പോൾ, ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ കൈയടക്കുമ്പോൾ അതിനൊരു മിണ്ടാട്ടമില്ല. ഇന്ത്യൻ പട്ടാളത്തെ വളരെ മനോഹരമായ രീതിയിൽ രാജ്യസേവനം നടത്തിയിരുന്നവരിൽ വിഭാഗീയത ഉണ്ടാക്കി. ഈ രാജ്യത്തെ പട്ടാളത്തെ അഗ്നിപത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. പട്ടാളത്തിന്റെ യശസ്സും അതോടൊപ്പം തന്നെ അവരുടെ ആത്മവീര്യത്തെയും കെടുത്തി. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു. ഈ രാജ്യത്ത് ഡോളറിന്റെ വില വളരെ വലുതായി മാറി. ഈ രാജ്യത്തിന്റെ പണത്തിന്റെ വാല്യൂ വളരെ കുറഞ്ഞു. ഈ രാജ്യത്ത് കള്ളപ്പണം പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് കള്ളപ്പണം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ഈ രാജ്യത്ത് എന്ത് നന്മയാണ് ഉണ്ടാക്കിയത്? ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ ഭിന്നിച്ചു ഭരിപ്പിക്കുന്ന ആശയം കൊണ്ടുവന്നു BJP. അതുപോലെയാണോ കോൺഗ്രസ് നടത്തിയിരുന്നത്? കോൺഗ്രസ് 2014 വരെ നടത്തിയതിന്റെ അപ്പുറത്തായി ഒരു കാര്യവും നടത്തിയിട്ടില്ല. ഇവിടെ ലോകത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന 2001
എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഇന്ത്യ പിടിച്ചു നിന്നത് ഈ രാജ്യത്തെ എക്കണോമിക് നിയമങ്ങൾ കൊണ്ടാണ്. ഈ രാജ്യം മൻമോഹൻ സിംഗ് ഭരിച്ചത് കൊണ്ടാണ്. ഈ രാജ്യത്തെ സമഗ്രമായ രീതിയിലുള്ള ആധാർ കാർഡിന്റെ ബെനിഫിറ്റ് കിട്ടിയത് BJPക്കാണ്. അങ്ങനെ ഏത് കാര്യമാണ് BJP നടപ്പിലാക്കിയത്? BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് പറയുന്ന പടുവൃക്ഷത്തിൽ ഇത്തളായി പരാതമായി നിന്നു എന്നുള്ളതല്ലാതെ അതൊക്കെ കാലങ്ങൾ തെളിയിക്കുന്നതാണ്. ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞോ? എന്നാൽ നിങ്ങൾ പറയുന്നു വളരെ കഴിവുള്ള പ്രഗത്ഭരായ ആൾക്കാരെ BJP കൊണ്ടുവരുന്നു എന്ന്. നിങ്ങൾക്ക് ആ കിട്ടുന്ന ആൾക്കാർ ആരാണ്? നിങ്ങൾ കോടികൾ കൊടുത്ത ആൾക്കാരെ കയ്യിലെടുക്കുന്നു. കൊട്ടാരക്കര തന്നെ ഉദാഹരണമായി പറഞ്ഞാൽ രശ്മിയോട് കോൺഗ്രസ് പാർട്ടിയോട് അവർ പറഞ്ഞ ഡിമാൻഡ് എന്തായിരുന്നു? അവർക്ക് 50 ലക്ഷം രൂപ കടമുണ്ട്. ആ കടം തീർക്കുവാണെങ്കിൽ ഞാൻ പാർട്ടിയിൽ വരാം. അപ്പോൾ അവർ BJP പോയി എന്നെങ്കിൽ അതിന്റെ അർത്ഥം അവർ ആ കടം തീർത്തു എന്നുള്ളതാണ്. സമ്പത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല ഈ രാഷ്ട്രീയ സംഘടന നിൽക്കുന്നത്. ഇത് ഇവിടുത്തെ ജനാധിപത്യ ബോധത്തിന്റെയും മതേതരത്വത്തിന്റെയും കാഴ്ചപ്പാടിലാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യത്തെ കെട്ടിപ്പടുത്ത, ആ രാജ്യത്തെ ഉണ്ടാക്കിയെടുത്ത കോൺഗ്രസ് പാർട്ടി 1947 മുതൽ 2014 വരെയുള്ള കാലഘട്ടം ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിരുന്നു എങ്കിൽ 2014 വരെ ചൈനയുടെ GDPയും ഇന്ത്യയുടെയും സെയിമായി നിന്നു എങ്കിൽ അതിനുശേഷം ചൈനയുടെ വളർച്ച ലോകത്തെ അതിശയിപ്പിക്കുന്നതാണ്. AI-യുടെ വളർച്ച ലോകത്തെ മൊത്തത്തിൽ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ടെക്നോളജിക്കലി പുറത്തേക്ക് പോയി. ഇവിടുത്തെ വ്യാപാര കരാറുകൾ നടപ്പിലാക്കുമ്പോൾ എപ്സീൻ ഫയൽ വന്നപ്പോൾ ഇന്ത്യയുടെ മുഖം നമ്മൾ കണ്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖം കണ്ടു. വളരെ വിളറി പിടിച്ച ഒരു മുഖം നമ്മൾ ദർശിച്ചു. ഇവിടെ വ്യാപാര കരാറുകൾ ദിവസങ്ങൾ കൊണ്ട് ഒപ്പിട്ടു. നിങ്ങൾ പറയുന്നു വ്യാപാര കരാർ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമ്പോൾ 18-ൽ നിന്ന് 25-ൽ നിന്ന് 18% എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടു. സാബു M ജേക്കബുമായി നടക്കുന്ന ആ പത്രസമ്മേളനത്തിൽ. എൻ്റെ പ്രിയ അഖിലേ, ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഈ രാജ്യത്ത് ഇങ്ങനെ ഇരുന്ന് വാചകമടിക്കാൻ കഴിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ തണലിൽ തന്നെയാണ്. BJP ഭരിച്ച 12 വർഷക്കാലം ഈ രാജ്യം എവിടം വരെ എത്തിയെന്ന് ജനങ്ങൾ പറയട്ടെ. ഇവിടെ വർഗീയത വർദ്ധിച്ചു എന്നുള്ളതല്ലാതെ, ഇത് മതപ്രവർത്തനങ്ങൾ വർദ്ധിച്ചു എന്നല്ലാതെ, വിഭാഗീയത വർദ്ധിച്ചു എന്നല്ലാതെ, സ്ത്രീകളുടെ സുരക്ഷത കുറഞ്ഞു, സ്ത്രീ സുരക്ഷ കുറഞ്ഞു. ഇവിടെ മുസ്ലിങ്ങളുമായുള്ള ഭിന്നിച്ച് ഭരിക്കുന്ന തന്ത്രങ്ങൾ നടത്തി. ചില സമയത്ത് അത് ക്രിസ്ത്യാനികളുടെ മേൽ നടത്തി, അല്ലെങ്കിൽ അത് ജാതികളുടെ പേര് പറഞ്ഞാക്കി. ഇങ്ങനെയൊക്കെ ഇപ്പോൾ JNUവിൽ ബ്രാഹ്മണ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തുന്ന കണ്ടു. ഇങ്ങനെ വിഭാഗീയതയുടെ ചിന്തയിലൂടെ ഈ രാജ്യത്തെ കൊണ്ടുപോയതാണോ ഇവിടെ BJP വളർത്തിയത്? നിങ്ങൾ പറയുന്ന കേട്ടു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനുമായി ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ്, അയാളോട് ഒരു വാക്കുപോലും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലെന്ന്. നിങ്ങൾ BJPയുടെ മനോഹരമായ ഒരു വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. ഈ ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധം നടക്കുന്ന സമയത്ത് കസാഖിസ്ഥാന്റെ പേരൊക്കെ പറഞ്ഞു താങ്കളൊരു വാർത്ത നടത്തുന്നത് കണ്ടു. അതിൽ നരേന്ദ്രമോദിയെ നിങ്ങൾ ദേശീയവാദി അല്ല എന്ന് പറയുന്നത് കേട്ടു. താനാണ് നരേന്ദ്രമോദിയേക്കാൾ വലിയ ദേശീയബോധം തനിക്കാണു എന്നൊക്കെ ഇന്റർവ്യൂയിലൂടെ പറയുന്ന കേട്ടു. അങ്ങനെയൊക്കെ വീമ്പ് പറയുവാനും, അതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഭാരതത്തിലെ എല്ലാ ഭാരതീയരും ഈ രാജ്യത്തിന്റെ ദേശീയതയുടെ ഭാഗമാണ്. ഈ ഭാരതം എന്ന് പറയുന്ന കേട്ടാൽ അഭിമാനം കൊള്ളുന്ന ആൾക്കാരാണ്. അത് BJP മാത്രമല്ല എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നിങ്ങൾ പറഞ്ഞു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയെ പിന്താങ്ങാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന്. ഇന്ത്യയെ പിന്താങ്ങാൻ വേണ്ടി ഇന്ത്യ അമേരിക്കയ്ക്ക് അടിയറവ് പറയുന്ന സമയത്ത് ആ പിന്താങ്ങലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ലോകരാജ്യങ്ങളിൽ പിന്തള്ളപ്പെട്ടു പോകുന്നു. ഇവിടെ ഫാഷൻ പരേഡുകളും ഫാഷൻ ഷോയുമായി മാറുന്നു. ഇതാണോ ഇന്ത്യയുടെ യശസ് വളർത്തുന്ന പരിപാടികൾ? ഇവിടെ വരുമ്പോൾ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ AI സബ്മിറ്റ് നടക്കുമ്പോൾ ലോകരാജ്യങ്ങൾ വരുമ്പോഴും ഇവിടെ മഹാത്മാഗാന്ധിയെ പ്രകീർത്തിക്കുന്നു, നെഹ്റുവിനെ പ്രകീർത്തിക്കുന്നു, ഇന്ദിരാഗാന്ധിയെ പ്രകീർത്തിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ മോദിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ അഖിൽ പറയുന്നത് BJPയുടെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് ജാതിയോ മതമോ ഇല്ലാത്ത ആ രീതിയിലില്ലാത്ത ഒരു ഐക്യമായ ഇന്ത്യയെ പറ്റിയാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പവിത്രത, ഒരു മാലയിൽ കോർത്ത മുത്തിനെ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥ ഇന്ന് എങ്ങനെയാണ്? അഖിലെ, അതൊക്കെ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ. BJP ഇതെല്ലാം ഇന്ത്യയിൽ തച്ചുടച്ചു കളഞ്ഞു. ഇന്ത്യയിൽ സാധാരണക്കാരനുണ്ട് എന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയായി. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് മാത്രം ഒരു ഭരണം, ആ ഭരണമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അഖിലിന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് പോകുന്ന ഒരു സംസ്കാരമാണെന്ന്. അത് അഖിലിനെ തെറ്റിപ്പോയി. കോൺഗ്രസ് വളരെ വേഗം ബഹുദൂരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ബീഹാറിലോ അല്ലെങ്കിൽ ഒറീസയിലോ എവിടെയെങ്കിലും സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മധ്യപ്രദേശിൽ കോൺഗ്രസിന് ശക്തമായ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ
ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ഇന്ന് ഇന്ത്യ രാഹുൽ ഗാന്ധി ഭരിച്ചേനെ. അത് വരും കാലങ്ങളിൽ നമുക്കറിയാൻ പറ്റും. മതം രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുമ്പോൾ, വർഗീയത രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുമ്പോൾ നേതാക്കന്മാർ പരാജയപ്പെടുന്നു എന്നാണ് അർത്ഥം. ആ പരാജയപ്പെടൽ ഉടൻ തന്നെ ഇന്ത്യയിൽ കാണും. ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാം തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ അഖിൽ പറഞ്ഞത്, അഖിലിനെ കോൺഗ്രസ്സുകാർ അങ്ങോട്ട് വന്ന് കണ്ട് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചു എന്നാണ്. അതൊരിക്കലും അങ്ങനെ പറയരുത്. ഒരു സെലിബ്രിറ്റി ആയ ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരിൽ ഞങ്ങൾ പറഞ്ഞ അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും അല്ലെങ്കിൽ രേണു സുധിയും ഒക്കെ ഞങ്ങൾ കണക്കൂട്ടേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഗണത്തിലെ ഞങ്ങൾ കണക്കൂട്ടു. ഈ രാജ്യത്ത് ശാസ്ത്ര മേഖലയിൽ വളർന്നതോ അല്ലെ സ്പോർട്സ് മേഖലയിൽ വളർന്നതോ അങ്ങനെയൊന്നും വളർന്നവരായിട്ടല്ല ഞങ്ങൾ അഖിൽമാരെ കൂട്ടിയുള്ളൂ. ബിഗ് ബോസിലെ ആൾക്കാരെ കണക്കൂട്ടുവാണെങ്കിൽ അതിന്റെ ഒന്നും പിന്നാലെ കോൺഗ്രസ് പാർട്ടി പോകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചില നേതാക്കന്മാരുടെ വീട്ടിൽ പോയിരുന്ന് ചായ കുടിച്ചാൽ അതിന് എന്റെ പ്രിയ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഞാൻ അനേകരുടെ കൂടെ ചായ കുടിക്കാറുണ്ട്. എന്നാൽ ചായ കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടില്ല. വി.ഡി. സതീശനെ നിങ്ങൾ ചാണകമെടുത്തെറിയണമെന്ന് പറയുന്നത് കേട്ടു. അത്തരത്തിലുള്ളൊരു നേതാവാണോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്? നിങ്ങളെ വിറ്റ് കോൺഗ്രസ് ഒരിക്കലും ജീവിച്ചിട്ടില്ല. നിങ്ങളെ പോലെ ഒരാളെ വിൽക്കാൻ വേണ്ടി എടുക്കുകയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് ചേരുന്ന പാർട്ടി നിങ്ങൾ ആ കുഴിയിൽ തന്നെയാണ് ചെന്ന് വീണേക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ചാണകത്തോട് അമിതമായ ഒരു ഭ്രമമുണ്ട്. ആ ഭ്രമം നിങ്ങളെ ആകർഷിക്കുന്നു എന്ന് മാത്രം. അതിന് നിങ്ങൾ തെരഞ്ഞെടുത്ത വഴി, നിങ്ങൾ BJP-യെ ചീത്ത വിളിച്ചതുകൊണ്ടും മോദിയെ ചീത്ത വിളിച്ചതുകൊണ്ടും, ഞാൻ ദയവായി ഒരു കാര്യം ഞാൻ പറയുമ്പോൾ, ഞാൻ ഈ പറയുന്നത് അഖിലിന് മറുപടി കൊടുക്കുമ്പോൾ അത് BJP-ക്കെതിരായി മാറുന്നു എന്നുള്ളതാണ്. എനിക്ക് BJP സുഹൃത്തുക്കളോടൊന്നും വലിയ പ്രതിസന്ധിയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആക്ഷേപിക്കാനോ ഞാൻ തുനിഞ്ഞിട്ടില്ല. കാരണം അഖിലിന്റെ സംസാരങ്ങൾ അത് 100% മറുപടി കൊടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ അദ്ദേഹം ആക്ഷേപിക്കുമ്പോൾ, അവരെയൊക്കെ ചാണകമെടുത്തെറിയെന്ന് പറയുമ്പോൾ മൗനി ബാബകളായിരിക്കാൻ കോൺഗ്രസിൽ ആർജവമുള്ള ചെറുപ്പക്കാർക്ക് കഴിയില്ല. അഖിലെ, ഞാൻ വളരെ മനോഹരമായി ആസ്വദിച്ച ഒരു വരികളാണ് ഈ രാഹുൽ ഗാന്ധിയെ എനിക്ക് ഇഷ്ടമില്ല എന്ന് താങ്കൾ പറഞ്ഞതും. രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ഞാൻ ഒരു വരി പോലെ എന്റെ പൊന്നഖിലെ, ഇത് ആരാ വായിച്ചു നോക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ തന്നെ ഈ പറയുന്നതൊക്കെ വലിയ, ഞാനും പറയുന്നുണ്ട്, നമ്മൾ ഈ പറയുന്നത് എല്ലാവരും വായിക്കുന്നില്ല, ആരൊക്കെയോ വായിക്കുന്നു. താങ്കൾ എഴുതുന്നത് കുറച്ചധികം പേർ വായിക്കും, ഞങ്ങൾ എഴുതുന്നത് ഞങ്ങളെ കാണുന്നവർ ആഗ്രഹിക്കുന്നവർ വായിക്കും, അത്ര തന്നെ. നിങ്ങൾ ഒരു കാര്യം പറയണം, രാഹുൽ ഗാന്ധിയെ നിങ്ങൾ എഴുതി വലുതാക്കണ്ട. രാഹുൽ ഗാന്ധി ലോകം അംഗീകരിച്ചിട്ടുള്ള നേതാവാണ്. രാഹുൽ ഗാന്ധിക്ക് അതിൻ്റെതായ യശസ്സുണ്ട്, അതിൻ്റെതായ കുടുംബ പശ്ചാത്തലമുണ്ട്, അതിൻ്റെതായ നോളജ് ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അദ്ദേഹത്തിന് മോദിയെ തെമ്മാടി എന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ, ഇന്ത്യയിലെ നേതാക്കന്മാരെ ആക്ഷേപിക്കാനോ, ഇന്ത്യയുടെ രാജ്യത്ത് ജാതി പറഞ്ഞ അധികാരത്തിൽ വരാനോ ഒന്നും ശ്രമിക്കില്ല. അത് മതേതരത്വ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അയാൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് താങ്കൾ ദയവായി അദ്ദേഹത്തിന്റെ പേരിൽ ഒന്നും എഴുതരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വണ്ടി പണിയാൻ വരുന്ന ആളുമായി ഉപമിക്കുകയാണ്. ഇവിടെ വണ്ടി പണിയുന്നവർ ക്ലച്ച് ഏതാ, ബ്രേക്ക് ഏതാ, ബെല്ല് ഏതാ എന്ന് അറിഞ്ഞുകൂടാത്തവരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെന്നൊക്കെ പറയുന്നത്. കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊള്ളുന്ന അനേകം ചെറുപ്പക്കാർ ഈ പാർട്ടിയിലുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ചില വ്യവസ്ഥിതികൾ, അധികാരത്തോടുള്ള ഒരു ഒരു ഭ്രമം എല്ലാവർക്കും ഉണ്ടാവും. ഇനി BJP-യിൽ നിന്ന് കൊഴിഞ്ഞു പോക്കുകൾ ഉണ്ടാവും. BJP-യിലേക്ക് വരുന്ന ഈ പറയുന്ന ഒഴുക്ക് നാളെ കോൺഗ്രസിലേക്കാകാം. അധികാരമുള്ളിടത്തേക്ക് ജനം ഒഴുകും. അതാണ് ഈ ചക്ക വഴുക്കുമ്പോ ഈച്ച പറ്റുന്ന പോലെ. അങ്ങനെയാണല്ലോ ഇപ്പൊ അഖിലും ആ ഈച്ചയായിട്ടല്ലേ നമ്മൾ കാണേണ്ടത്. ഇപ്പൊ അഭിപ്രായങ്ങൾ പറയുമ്പോൾ തങ്ങളുടെ ഐഡിയോളജിയിൽ അടിയുറച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നഷ്ടമുണ്ടാകും. പക്ഷെ ഒരു കാലത്ത് വിജയമുണ്ടാകും. ആ വിജയത്തിന് കാത്തിരിക്കേണ്ടി വരും, കാലഘട്ടങ്ങൾ എടുത്തെന്ന് വരും. പക്ഷെ അതൊരു പരാജയമല്ല. അത് വലിയ വിജയത്തിന്റെ ചവിട്ടുപടികളാണെന്ന് മാത്രം ഓർത്താൽ മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് യുവമോർച്ചക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ അല്ല, യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ല എന്നാണ് അഖിലിന്റെ അഭിപ്രായം. അത് അഖില് തന്നെയാണ്. അഖില് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തെമ്മാടി എന്ന് വിളിച്ചു. ആ തെമ്മാടി എന്നൊരാളെ അല്ലെങ്കിൽ ഒരാളെ മോദിയെ ചീത്ത വിളിക്കുന്നതാണോ ഇവിടുത്തെ രാഷ്ട്രീയം? അത് വിളിക്കുന്നതാണോ അവിടുത്തെ ആണത്വം? അത് ഉറപ്പായും നിങ്ങളുടെ അറിവില്ലായ്മയാണ്, നിങ്ങളുടെ മോശപ്പെട്ട ഐഡിയോളജിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ ഒരു ഐഡിയോളജി ഉണ്ട്, രാഷ്ട്രീയ മര്യാദയുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുന്നതിൽ, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബഹുമാനിക്കുന്നതിൽ 100% ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകരും കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹികളും മുന്നോട്ട് പോവുകയുള്ളൂ. അഖിലിന് എന്തും പറയാം. കാരണം അഖിലിനോടൊപ്പമുള്ളവരെ നോക്കിയാൽ മതി, അവരൊക്കെ എന്തും പറയാൻ താല്പര്യപ്പെടുന്നവരും എന്തും കേൾക്കാൻ താല്പര്യപ്പെടുന്നവരുമാണ്. അന്നേരം ഒരു കാര്യം ഞാൻ അവസാനം പറയുകയാണ്, ആമാശയത്തിന് വേണ്ടി എന്ത് വാക്കുകളും നമുക്ക് പറയാം. പക്ഷേ ആമാശയത്തിന് വേണ്ടി ചെയ്യുന്നത് ആദർശ ശുദ്ധിയോടെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ
അത് ദീർഘകാലം നിൽക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ആദർശങ്ങളൊക്കെ ആമാശയത്തിന്റെ അടിസ്ഥാനത്തിലായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധിക്ഷേപിക്കുന്നതോ കോൺഗ്രസ് പാർട്ടി അധിക്ഷേപിക്കുന്നതോ BJP അധിക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലത്ത് 2020 അധിക്ഷേപിക്കുന്നതോ ഒക്കെ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമല്ല, നിങ്ങളുടേതായ വ്യക്തിയുടെ വളർച്ചയ്ക്ക് മാത്രമാണ്. നിങ്ങൾ എക്കാലത്തും നിങ്ങളുടെ വളർച്ചയെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഒരു സഹനം നടക്കുമ്പോൾ നമ്മൾ സഹിക്കാൻ കൂടി പഠിക്കുമ്പോഴാണ്, അല്ലാതെ ആർക്കും ആരെയും ചവിട്ടി താഴ്ത്തി മുകളിലേക്ക് വരാൻ പറ്റും. ആ സംസ്കാരത്തിന്റെ ഉപജ്ഞാതാവാണല്ലോ താങ്കൾ. അതുകൊണ്ട് കൂടുതലായി ഒന്നും പറയുവാനില്ല. നിങ്ങളുടെ സമരത്തിൽ, നിങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ മാത്രം, നിങ്ങളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രം. അതിനപ്പുറത്തായി നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇത് സംസാരമല്ല, നിങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ പുലമ്പിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? വരും തലമുറ നിങ്ങളിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? ധിക്കാരത്തോട് സംസാരിക്കുന്നത് പഠിക്കാനാണോ? ഈ രാജ്യത്തിന്റെ പവിത്രത നശിപ്പിക്കുന്നത് പഠിക്കുന്നതാണോ? അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ തന്നെ പുനർചിന്തനം നടത്തുക, പുനർവിചാരണ നടത്തുക. ആ വിചാരണയിൽ നിങ്ങൾ തന്നെ സാക്ഷിയും പ്രതിയും ഇരയും എല്ലാം.